ഒരു ഭരണകക്ഷി MLAക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഉത്തരവാദപ്പെട്ട മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും കൃത്യമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അതിൻ്റെ മര്യാദകൾ പാലിക്കാതെ പത്രസമ്മേളനത്തിലൂടെ കുറേ കാര്യങ്ങൾ വിളിച്ചു പറയുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഔചിത്യം നിറഞ്ഞ പ്രവൃത്തിയല്ല എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഏതെങ്കിലും ഒരു MLA പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. മൂർത്തമായിട്ടുള്ള തെളിവുകളുടെയും വസ്തുനിഷ്ഠമായ അന്വേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ്റിന് നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ആ രീതിയിൽ തന്നെയാണ് ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതുവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള അനുഭവമാണ് കേരളത്തിലുള്ളത്. ആ പശ്ചാത്തലത്തിൽ അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ, വാസ്തവ വിരുദ്ധമായിട്ടുള്ള ചില ആരോപണങ്ങൾ പത്രസമ്മേളനത്തിലൂടെ നിരന്തരം ഉന്നയിച്ചുകൊണ്ട് സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് നിൽക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരു MLAക്ക് ആശാസ്യമായിട്ടുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. പൂരവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യമാണ്. BJPയുമായിട്ടൊരു ബാന്ധവത്തിനും പോകേണ്ട കാര്യം CPIMനില്ല. ഇന്ന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP RSS വർഗീയവാദ ശക്തികൾക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രസ്ഥാനമാണ് CPIM. അത് അൻവറിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പോരായ്മയാണത്. അത് ഞാൻ കേട്ടിട്ടില്ല. പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണോ എന്നറിയില്ല. 24-നോട് രാവിലെ പറഞ്ഞ കാര്യം ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം സംശയമില്ലാത്ത വിധത്തിൽ എനിക്ക് പറയാനുള്ളത്, പൂരം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ തൃശ്ശൂർ നിവാസികൾ അവരുടെ കൂട്ടായ്മയോടുകൂടി വിജയിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഈ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് മുൻകാലങ്ങളിലും പോലീസ് സ്വീകരിച്ചിരുന്നു. ജനങ്ങളും ഇതിൻ്റെ പേരിൽ പോലീസും തമ്മിൽ ചെറിയ വക്കാണങ്ങളൊക്കെ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അത് ഞങ്ങളൊക്കെ ഇടപെട്ട് പരിഹരിക്കാറുണ്ട്. ഞാൻ 5 വർഷം അവിടെ മേയറായിരുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് മന്ത്രി എന്നുള്ള ചുമതലയിലുമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് അന്നേ ദിവസം പകലൊക്കെ തൃശ്ശൂർ പൂരത്തിൻ്റെ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും രാത്രി എനിക്ക് നിൽക്കാൻ പറ്റിയിരുന്നില്ല. യഥാർത്ഥത്തിൽ അത് ആസൂത്രിതമാണെങ്കിൽ എങ്ങനെയാണ് ഭരണകക്ഷിക്ക് അതിൽ പങ്കാളിത്തം ഉണ്ടാവുക? അത് ഏറ്റവും വലിയ വങ്കത്താണ്. കാരണം ഭരണത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു കക്ഷി ഏറ്റവും ജനപ്രിയമായ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന ഒരു ഉത്സവം കലക്കാൻ ആസൂത്രണത്തിൽ പങ്കുകൊള്ളും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം ഈ സംസ്ഥാനത്തെ എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ നടക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു ഉത്സവം, നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള പൂരം കലക്കാൻ ഭരണകക്ഷി തയ്യാറാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരാണ് ആ പൂരം കലക്കിയ ആ കാര്യത്തിന് ഗുണഭോക്താവായി വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. കേരള സംസ്ഥാനത്തെ ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാം. അത് ഒരു ആസൂത്രിതമായിട്ടുള്ള അസംബന്ധ നാടകമായിരുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും ആരാണ് അതിൻ്റെ ഗുണഭോക്താവായി വന്നിട്ടുള്ളത് എന്നും സാമാന്യ ബുദ്ധിയുള്ള യുക്തിബോധമുള്ള ഏതൊരാൾക്കും ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഭരണകക്ഷിയോ മുഖ്യമന്ത്രിയോ ഒക്കെ പ്രതി ചേർക്കുന്നതും ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന BJPയുമായി നടത്തിയെന്നൊക്കെ പറയുന്നതും അത്യന്തം പ്രതിഷേധാർഹമാണ്. ഞങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടി തന്നെ പ്രവർത്തിച്ച് വന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഖേദമുണ്ട് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാൻ ഒരു ഭരണകക്ഷി MLA മുൻകൈ എടുക്കുന്നത് തീർച്ചയായും പ്രതിഷേധാർഹമാണ്.
അതെ, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിരിക്കുകയാണല്ലോ. ആ റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. അത് കിട്ടുന്നതോടുകൂടി ആരൊക്കെയാണ് അതിൽ കുറ്റക്കാരായിട്ട് വന്നിട്ടുള്ളത് എങ്കിൽ അവർക്കെതിരെ മാതൃകാപരമായിട്ട് തന്നെ നടപടി സ്വീകരിക്കും. ആരെയും രക്ഷിക്കേണ്ട ബാധ്യതയൊന്നും ഈ ഗവൺമെൻറ്റിനില്ല. ആരും തെറ്റിദ്ധരിക്കേണ്ട. തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാമല്ലോ. അതിന് അറിയാത്ത കാര്യങ്ങൾ ആരോപിച്ചുണ്ടാക്കുന്നത് തീർച്ചയായും ഒരു ഭരണകക്ഷി MLAക്ക് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല.